മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. രണ്ടാം ഘട്ട സമരത്തിനൊരുങ്ങി സംസ്ഥാനത്തെ ആശാ വർക്കർമാർ വ്യാഴാഴ്ച മുതൽ 3 പേർ നിരാഹാര സമരം തുടങ്ങും. അതിനിടെ വേതന വർധനയുൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗനവാടി ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരവും തുടരുകയാണ്. സുനിഷ അയിലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, അംഗൻവാടി ടീച്ചർമാരും ആശാ വർക്കർമാരും ഒക്കെ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നു, സമരം ശക്തിപ്പെടുത്തുന്നു. അതിൽ അംഗൻവാടി ടീച്ചർമാരുടെ രാപ്പകൽ സമരം ഇത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ആശാ വർക്കർമാരും ഒപ്പമുണ്ട്. കനത്ത മഴയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഴയത്ത് ബുദ്ധിമുട്ടിലാണോ ഈ ആശാ വർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും തിരുവനന്തപുരത്ത്? ഉറപ്പായിട്ടും അരുൺ, കഴിഞ്ഞ ഒരു മണിക്കൂറായി തലസ്ഥാനത്ത് ശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇത് ആശാവർക്കർമാരൊക്കെ തന്നെയും മഴയത്ത് ഇവിടെ നിൽക്കുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ശക്തമായ മഴയിലും വെയിലും ഒക്കെ ഇവിടെ സമരം ചെയ്ത് 37-ാം ദിവസം പിന്നിടുകയാണ് ഇന്ന് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതായാലും സമരം കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രണ്ടാം ഘട്ട സമരത്തിലേക്ക് ആശാവർക്കർമാർ എത്തുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ഈ ആവശ്യം അത് നേടിയെടുക്കും വരെയുള്ള സമരം എന്നത് തന്നെയാണ്. അതായത് അടുത്ത ഘട്ടത്തിൽ മറ്റന്നാളോടുകൂടി തന്നെ നിരാഹാര സമരം എന്നതിലേക്കാണ് ആശാവർക്കർമാർ കടക്കുന്നത്. നിരാഹാര സമരം അത് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ, ആരൊക്കെ എന്നതിലൊക്കെ തന്നെയും നാളെയാണ് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും സമരം കടുപ്പിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് അരുൺ, കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നത്. അതായത് ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഉത്തരവിൽ ചില അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആശാവർക്കർമാർ പറയുന്നത്. അതായത് ഈ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഈ ഫിക്സഡ് ഇൻസെന്റീവിലെ ചില മാനദണ്ഡങ്ങൾ അത് ഭേദഗതി ചെയ്തിരുന്നു. പക്ഷേ ഈ ഇൻസെന്റീവിലെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഓണറേറിയം ലഭിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവുള്ളത് എന്നതാണ്. ചേച്ചി, ഈ ഉത്തരവിലെ അപാകത ശരിക്കും എന്താണ്? മാനദണ്ഡങ്ങൾ 10 പിൻവലിക്കുമെന്നാണ് ഞങ്ങൾ സമരം തുടങ്ങി ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു കുറിപ്പിലൂടെ അറിയിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് CITU ആണ് 2018 ഈ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്തായാലും പ്രതികരണം എടുത്തോളൂ സുനിഷ.